നമ്മുടെ സദ്യകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കറിയാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ദഹനരസങ്ങൾ കൊണ്ട് തന്നെയാണ് ഇഞ്ചിക്കറിക്ക് ഇത്രയും പ്രാധാന്യം വരാനായിട്ടുള്ള കാരണം. നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ, ഇഞ്ചിയിലുള്ള ആ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെയാണ് നമുക്കൊരു ഇഞ്ചിക്കറി വെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഇഞ്ചിക്കറി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചി ഒന്ന് ചുമക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാൻ വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഇഞ്ചി കൊത്തി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അരിഞ്ഞതിന് ശേഷമാണ് 1 കപ്പ് അളവ്. ഇനി ഇത് നമ്മൾ ഈ കട്ടിയുള്ള പാനിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് വറുത്തെടുക്കണം. നല്ല ചുമക്കെ തന്നെ നമുക്കിത് വറുത്ത് കിട്ടണം. നമ്മൾ തീ കൂട്ടി വെക്കാനായിട്ട് പാടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഇഞ്ചിയിലെ വെള്ളം മുഴുവനും വലിഞ്ഞ് ആ ഇഞ്ചിയുടെ നീര് ശരിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങളോട് ഇഞ്ചി വറുക്കാനായിട്ട് പറയുന്നത്. ഇഞ്ചി ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഇഞ്ചിയുടെ ഒപ്പം ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് എടുക്കണം. ചിലർ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വലിയ കഷ്ണങ്ങളാക്കി മൂപ്പിച്ച് കോരിയെടുത്ത് വറുത്ത് പൊടിച്ചിട്ടും ഇഞ്ചിക്കറി ചേർക്കാറുണ്ട്. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചി ചെറുതായി കഷ്ണങ്ങളായിട്ടൊക്കെ എടുക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടി ഇഞ്ചിക്കറിയിൽ ആ ഇഞ്ചി കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് നമുക്ക് ആ മൂത്ത ഇഞ്ചി, പിന്നെ ആ ഉപ്പും എരിവും മുളകും എല്ലാം ചേർന്നതിന് ശേഷം നമുക്കത് സദ്യ കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടമാവും. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 തണ്ട് വേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വേപ്പിലയുടെ സ്വാദ് ആ ഇഞ്ചിമേലേക്കൊക്കെ ഒന്ന് പിടിച്ചോളും. ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തു. ആ മൂത്ത സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമ്മൾ തീ ഓഫ് ആക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവാം. അടുത്തതായിട്ട് നമ്മൾ ഇഞ്ചി കറിക്ക് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ നമ്മൾ ആദ്യം കടുകിട്ടിട്ട് പൊട്ടിക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ 2-3 ഉണക്കമുളക് ഇതുപോലെ ഒന്ന് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫാക്കണം. അടുത്തത് നമ്മൾ സാധനങ്ങൾ നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം ചേർത്താൽ മതി. 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള മുളക് പൊടി എടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തു. ഇനി നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം ആ വെളിച്ചെണ്ണയുടെ ആ ഒരു ഇതിലിരുന്നിട്ട് അത് മുരിഞ്ഞാൽ മതി. അതിനുശേഷം ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്തു. ഇനി ഇതെല്ലാതും കൂടി നന്നായി ഒന്ന് തിളക്കണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ്. ഇതെല്ലാതും കൂടി നമ്മളൊന്ന് ചേർത്തിളക്കിയതിന് ശേഷം നന്നായി ഒന്നങ്ങ് വെട്ടിത്തിളപ്പിക്കുക. നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് പാടില്ല. കാരണം പുളിക്കൊരു വേവുണ്ട്. നമ്മൾ കുറച്ച് പുളിവെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ടല്ലോ. ആ പുളി ഒന്ന് നന്നായി തിളച്ച്, ആ പുളിവെള്ളം നന്നായി തിളച്ച് അതിൻ്റെ ആ ഒരു വല്ലാതെയുള്ള കുത്തുന്ന പുളിരസം പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. നമ്മുടെ ഇഞ്ചിക്കറി നന്നായി തിളക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് തിളച്ച് നന്നായി ഒന്ന് കുറുകി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇഞ്ചിക്കറി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ശർക്കര ചീകിയതും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറിയിൽ ഉപ്പ്, പുളി, എരിവ്, മധുരം ഇത്ര രസങ്ങൾ ചേർന്നിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയുടെ ആ ഒരു ഗുണവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇഞ്ചിക്കറി സദ്യകളിൽ ക്യാമനായത്.
നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇഞ്ചിയുടെ ഗുണങ്ങൾ അധികം നഷ്ടപ്പെടാതെ വറുത്തെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഇഞ്ചിക്കറി സ്പെഷ്യലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇതുപോലെ ഒന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ പാകം അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടിയുള്ള ഇഞ്ചിക്കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചതിന് ശേഷം തീ ഓഫ് ആക്കിയാൽ മതി. അതല്ല നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തീ ഓഫ് ആക്കാം. കാരണം ഇത് ഇനി ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഇഞ്ചിക്കറി ട്രൈ ചെയ്തിട്ട് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും ആരും മറക്കരുത്.